ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് എന്റെ കമ്പനിയുടെ ഇൻകം പ്ലാൻ ആണ് നല്ലത്, അല്ലെങ്കിൽ എന്റെ കമ്പനിയുടെ പ്ലാൻ ആണ് നല്ലത്. ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻകം പ്ലാൻ ആണ് എന്റെ കമ്പനിയുടെ ഇൻകം പ്ലാൻ. ഈ രീതിയിൽ പറയാറുണ്ട്. എന്റെ കമ്പനിയാണ് നമ്പർ 1 കമ്പനി, ആ രീതിയിലൊക്കെ പറയാറുണ്ട്. ഈ നമ്പർ 1 കമ്പനിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് എന്റെ കമ്പനിയുടെ ഇൻകം പ്ലാൻ ആണ് നല്ല ഇൻകം പ്ലാൻ. അപ്പൊ ഞാൻ ഒരു വ്യക്തി അങ്ങനെ ചോദിച്ച സമയത്ത്, എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ ആ വ്യക്തിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ആ വ്യക്തി പറഞ്ഞ പല കാര്യങ്ങളും പല രീതിയിലാണ്. അതായത് ഡെയിലി സീലിംഗ് ലിമിറ്റ് ഏറ്റവും കൂടുതലുള്ള കമ്പനി എന്റെ കമ്പനിയാണ്, അതുകൊണ്ട് എന്റെ കമ്പനിയുടെ ഇൻകം പ്ലാൻ ആണ് ബെറ്റർ ഇൻകം പ്ലാൻ. ചില ആളുകൾ പറഞ്ഞ കാര്യമാണ് വീക്കിലി പേ ഔട്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എന്റെ കമ്പനിക്കാണ്, അതുകൊണ്ടാണ് എന്റെ കമ്പനിയുടെ ബെസ്റ്റ് പ്ലാൻ എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ആ രീതിയിലൊക്കെ പലരും പല രീതിയിലെ അഭിപ്രായങ്ങളാണ്. ഇതൊന്നും അല്ലാതെ ഇയർലി പറഞ്ഞ കാര്യങ്ങളുണ്ട്, വേറെ രീതിയിൽ ഇൻസെന്റീവ് ബേസ്ഡ് ആയിട്ട് ഹ്യൂജ് എമൗണ്ട് ബൾക്കായിട്ട് കിട്ടുന്ന വേറെ രീതിയിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല കമ്പനികൾക്കും പല രീതിയിലുള്ള പ്ലാൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെ? എല്ലാ കമ്പനിയുടെ പ്ലാനൊന്നും ഒരുപോലെയല്ല. പക്ഷെ നമുക്ക് ജനറലി ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഒന്ന് നോക്കുന്ന സമയത്ത് ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഡെയിലി പേ ഔട്ട് കൊടുക്കുന്ന കമ്പനികളുണ്ട്, വീക്ക്ലി പേ ഔട്ട് കൊടുക്കുന്ന കമ്പനികളുണ്ട്, മന്ത്ലി പേ ഔട്ട് കൊടുക്കുന്ന കമ്പനികളുണ്ട്, അതുപോലെ തന്നെ ഇയർലി പേ ഔട്ട് കൊടുക്കുന്ന കമ്പനികളുണ്ട്. അപ്പോ ഡെയിലി പേ ഔട്ട് കൊടുക്കുന്ന കമ്പനികളും വീക്ക്ലി പേ ഔട്ട് കൊടുക്കുന്ന കമ്പനികളും മന്ത്ലി പേ ഔട്ട് കൊടുക്കുന്ന കമ്പനികളും ഇയർലി പേ ഔട്ട് കൊടുക്കുന്ന കമ്പനികൾ എന്ന് പറയുമ്പോൾ അവരുടെ പേയ്മെന്റ് എല്ലാം പോകുന്നത് ഒറ്റയടിക്ക് ഇയർലി ആണ്, മന്ത്ലി ആണ്, വീക്ക്ലി ആണ്, ഡെയിലി ആണ് എന്നതല്ല ഉദ്ദേശിക്കുന്നത്. അവരുടെ ഇൻകം പ്ലാനിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒന്നില്ലെങ്കിൽ വേറൊന്ന്, ഒന്നില്ലെങ്കിൽ വേറൊന്ന് എന്നുള്ള രീതിയിൽ കണക്റ്റഡ് ആയിരിക്കും. എന്തായാലും ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ഇയർലി 4 ടൈപ്പ് എങ്കിലും ഉള്ള ഇൻകങ്ങളുള്ള കമ്പനികളുണ്ട്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ ഇയർലി പ്ലാൻ ഇല്ലാത്ത കമ്പനികൾ ഉണ്ടാവും. അതുപോലെ തന്നെ അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഡെയിലി ഇൻകത്തിലും വീക്ക്ലി ഇൻകത്തിലോ അല്ലെങ്കിൽ മന്ത്ലി ഇൻകത്തിലോ ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു 2 ഇൻകം പ്ലാൻ എങ്കിലും അല്ലെങ്കിൽ 2 രീതിയിലുള്ള ഇൻകം പ്ലാൻ എങ്കിലും ഇല്ലാത്ത കമ്പനികൾ ഇന്ന് ചുരുക്കമാണ്. ഈ രീതിയിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പല ഇൻകം പ്ലാനുകളും എല്ലാ കമ്പനികൾക്കും ഉണ്ടെങ്കിലും ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാനുകളും മറ്റു ചില കമ്പനികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് ഡെയിലി ഇൻകം ഉണ്ട്, വീക്ക്ലി ഇൻകം ഉണ്ട്, മന്ത്ലി ഇൻകം ഉണ്ട്, ഇയർലി ഇൻകം ഉണ്ട്. ഈ ഒരു 4 ടൈപ്പിലുള്ള ആ കാലയളവിലുള്ള ഇൻകം ചില കമ്പനികൾക്കെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു പോകുന്നുണ്ട്, അല്ലെ ചില കമ്പനികളിലും ഉണ്ട്. അപ്പോ റൂൾ പ്രകാരം നോക്കുന്ന സമയത്ത് ഈ ടൈപ്പിൽ മാത്രമാണ് ഇൻകം പ്ലാൻ കൊടുത്തു പോകാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ ഡെയിലി ഇൻകം പ്ലാൻ എന്തായാലും വേണം, വീക്ക്ലി ഇൻകം പ്ലാൻ എന്തായാലും വേണം, മന്ത്ലി ഇൻകം പ്ലാൻ എന്തായാലും വേണം, അല്ലെങ്കിൽ ഇൻകം പ്ലാനിൽ ഇയർലി ബെനിഫിറ്റ് എന്തായാലും കൊടുക്കണം, അങ്ങനെ ഒന്നും തന്നെ റൂള് പ്രകാരം ഡയറക്ട് സെല്ലിംഗ് റൂളിൽ എവിടെയും തന്നെ എഴുതി വെച്ചതായിട്ട് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ റൂള് ബേസ്ഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഒരു കമ്പനിക്ക് അവരുടെ ഇൻകം പ്ലാൻ എങ്ങനെ വേണമെങ്കിലും ഷെഡ്യൂൾ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ റൂളിന്റെ ബേസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകുന്ന ബെസ്റ്റ് ഇൻകം പ്ലാനുള്ള കമ്പനി നമ്മുടെ കമ്പനി ആണെന്നൊന്നും ഒരു കമ്പനിക്കും തന്നെ അവകാശപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുന്ന സാഹചര്യം ഇവിടെ ഇല്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു തിരിച്ചറിവാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഏറ്റവും കൂടുതൽ പേയ്മെന്റ് റിലീസ് ചെയ്യുന്ന കമ്പനിയാണോ നല്ല കമ്പനി, അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനിയാണോ നല്ല ഇൻകം പ്ലാനിലെ കമ്പനി എന്ന് ചോദിച്ചാൽ അതുമല്ല. ഏറ്റവും കൂടുതൽ 1, 2, 3 മാസത്തേക്ക് പേയ്മെന്റ് കൊടുത്തിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അടുത്തൊരു 5 വർഷത്തേക്ക് മാത്രം പേയ്മെന്റ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാലാകാലങ്ങളോളം കൊടുക്കുന്ന ആ പേയ്മെന്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്ത് ലോങ് ലൈഫിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് ഒരു കമ്പനിയുടെ ഇൻകം പ്ലാനിൽ വേണ്ടത്. കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 3, 4 കൊല്ലം വർക്ക് ചെയ്തിട്ട് പിന്നെ ആദ്യം അടുത്ത കമ്പനിയിലേക്ക് പോവുക, അല്ലെങ്കിൽ അത് ക്വിറ്റ് ചെയ്യുക, അങ്ങനെ ഒരു സംഭവമല്ല. ഒരു ഭാഗ്യ പരീക്ഷണം എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മളുടെ ഒരു കരിയർ ഓപ്ഷൻ ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കരിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അതിന്റെ ബെനിഫിറ്റ് കിട്ടേണ്ടത് കൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻകം പ്ലാൻ, തെറ്റ് പറയാത്തൊരു ഇൻകം പ്ലാൻ, അത് എന്നും തരാൻ കപ്പാസിറ്റി ഉള്ള കാലിബറുള്ള കമ്പനിയാണ് തീർച്ചയായിട്ടും നല്ല ഇൻകം പ്ലാനിലെ കമ്പനി എന്ന് ഞാൻ അവകാശപ്പെടുന്നത്. ചില കമ്പനികളുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ചില ലീഡേഴ്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തതിന്റെ ഭാഗമായിട്ടോ ഒട്ടനവധി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ എന്നോട് ഷെയർ ചെയ്തിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത്. ഡെയിലി പേയ്മെന്റ് കൊടുക്കുന്ന കമ്പനി എന്റെ കമ്പനി മാത്രമേ ഉള്ളൂ, വീക്കിലി പേയ്മെന്റ് കൊടുക്കുന്ന കമ്പനി നമ്മുടെ കമ്പനി മാത്രമേ ഉള്ളൂ, മന്ത്ലി പേയ്മെന്റ് കൊടുക്കുന്ന കമ്പനി നമ്മുടെ കമ്പനി മാത്രമേ ഉള്ളൂ, ഇയർലി ഇത്ര രീതിയിലുള്ള ബെനിഫിറ്റ് കൊടുക്കുന്ന കമ്പനി നമ്മുടെ കമ്പനി മാത്രമേ ഉള്ളൂ, അങ്ങനെ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളുടെയും, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഫൗണ്ട് ചെയ്തിട്ടുള്ള കമ്പനികളായിക്കോട്ടെ, പുറമേ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള കമ്പനികളായിക്കോട്ടെ, ഈ കമ്പനികളുടെ എല്ലാത്തിന്റെയും ഇൻകം പ്ലാനും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ നിങ്ങൾക്ക് അത് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒരാള് ഒരു ഒബ്ജക്ഷൻ അറിയിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ലിബിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ലിബിൻ തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അപ്പോൾ എല്ലാ കമ്പനിയുടെ ഇൻകം പ്ലാൻ നിങ്ങൾക്ക് അറിയോ, നിങ്ങൾ അത്രയും സ്റ്റഡീഡ് ആണോ ചോദിക്കുന്ന സമയത്ത് ഇല്ല.
അവർക്ക് അവരുടെ കമ്പനിയെ കുറിച്ചിട്ടേ അറിയുള്ളൂ. അവരുടെ മുകളിലുള്ള അപ്ലിൻ ലീഡേഴ്സ് പഠിപ്പിച്ചു കൊടുത്തതോ അല്ലെങ്കിൽ ഇവർക്ക് എവിടെന്നെങ്കിലും കിട്ടിയിട്ടുള്ള ഒരു അറിവായിരിക്കാം ഈ ഒരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ. മേ ബി ഒരു മോട്ടിവേഷൻ തരത്തില് അത് അങ്ങനെ തുടർന്ന് റോങ് ആയിട്ടുള്ള ഒരു അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അങ്ങനെ കൈമറിഞ്ഞ് പോകുന്നതാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്നതാണ് എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോ ആര് എന്ത് പറയുന്നു എന്നുള്ളതല്ല, ആ പറയുന്ന കാര്യത്തിന് നമ്മൾ കേൾക്കുക, നമ്മൾ മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് നമ്മളായിട്ട് ഒരു പഠനം നടത്തുക, അതിൽ നമുക്ക് ബോധ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഫോളോ ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്, നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പലരും പറഞ്ഞുതരും. ഇപ്പൊ ഞാനായിക്കോട്ടെ, ലീഡേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പല രീതിയിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും, അവരൊക്കെ കാര്യങ്ങൾ പറഞ്ഞുതരും. പക്ഷെ അത് പ്രാക്ടിക്കൽ ആണോ, ഈ പറയുന്ന കാര്യം സത്യമാണോ, ഈ പറയുന്ന കാര്യം എത്തിക്കൽ നോളജ് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങൾ അതിനെ കുറിച്ചൊന്ന് പഠിക്കുക, എന്നിട്ട് നിങ്ങളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ആ ഒരു സിസ്റ്റം ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നതാണ് എന്റെ അഭിപ്രായം. അപ്പോ ഈ രീതിയിൽ അൺഎത്തിക്കൽ ആയിട്ടുള്ള ഫോൾട്ട് ആയിട്ടുള്ള പ്രോമിസുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളോ ആ രീതിയിലെ കാര്യങ്ങളോ ഒന്നും തന്നെ ആരും ചെയ്യരുത്. നിങ്ങളുടെ കമ്പനിയിൽ നല്ല ഇൻകം പ്ലാൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾ അത് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് അറിയാത്ത കമ്പനികളെ കുറിച്ചിട്ട് അപവാദം പറഞ്ഞു നടക്കുന്ന കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കുക. നിങ്ങളുടെ കമ്പനിയുടെ നല്ല ഇൻകം പ്ലാൻ ആണെന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ നല്ല രീതിയിൽ പേ ഔട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് എന്റെ കമ്പനി എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാൻ വേണ്ടി പറ്റും. അതിലൊന്നും തെറ്റില്ല. പക്ഷെ ലോകത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻകം റിലീസ് ചെയ്യുന്ന കമ്പനി എന്റെ കമ്പനിയാണ്, ഏറ്റവും കൂടുതൽ ഡെയിലി പേയ്മെന്റ് റിലീസ് ചെയ്യുന്ന കമ്പനി എന്റെ കമ്പനിയാണ്. അല്ലെ ഡെയിലി പേയ്മെന്റ് എന്റെ കമ്പനിക്ക് മാത്രമേ ഉള്ളൂ, മന്ത്ലി പേയ്മെന്റ് എന്റെ കമ്പനിക്ക് മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ബാക്കിയുള്ള കമ്പനികളെ കുറിച്ച് നിങ്ങൾ വെൽ സ്റ്റഡീഡ് ആയിരിക്കണം. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കമ്പനി ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ വാക്ക് എന്തായി എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വ്യക്തമായി പഠിക്കാതെ മനസ്സിലാക്കാതെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും തന്നെ പറയാൻ വേണ്ടി പാടില്ല. അപ്പൊ ഡെയിലി പേയ്മെന്റ് കൊടുക്കുന്ന കമ്പനികളുണ്ട്, അതേ കമ്പനിയിൽ മന്ത്ലി പേയ്മെന്റ് ഉണ്ടാവാം, അതേ കമ്പനിയിൽ ഇയർലി പേയ്മെന്റ് ഉണ്ടാവാം, വീക്കിലി പേയ്മെന്റ് ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം. പക്ഷെ അത് എത്ര നാൾ ആ കമ്പനിക്ക് കൊടുത്ത് തുടരാൻ വേണ്ടി പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾക്ക് ഒരു വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം വേണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ 2024 കാണിക്കേണ്ട ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഉൾക്കൊള്ളേണ്ട ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് ഇതിൽ നിന്ന് എന്തൊക്കെയോ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ ഇൻഫർമേഷൻ ആയിട്ട് വീണ്ടും കാണാം. ബൈ.